Hi friends, welcome back to my channel. It's me Alina Nancy. അപ്പം നമ്മുടെ റോസ്മേരിയുടെയും റോബിൻ്റെയും സ്റ്റോറിയുടെ തേർഡ് പാർട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്. 2 പാർട്സ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിരുന്നു. അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള പോർഷൻസ് 2 ഞാൻ ടെലിഗ്രാമിലിട്ടിരുന്നു. എല്ലാവരും അത് കണ്ടെന്ന് വിശ്വസിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്തിട്ട് അത് പോയി കേൾക്കുക. അപ്പം ബാക്കി ഭാഗത്തിലേക്ക് കടക്കാം. ഞാൻ പാതിരാത്രിയിൽ ആ സൺഷെയ്ഡിൽ തരിച്ചങ്ങനെ ഇരുന്നു പോയി. കുറച്ച് മുൻപ് കണ്ട കാഴ്ചകളൊക്കെ ഓർത്തെടുത്തപ്പോൾ എനിക്ക് വീണ്ടും അസ്വസ്ഥതകൾ. ഇത്ര പൊളപ്പൻ ഐറ്റംസൊക്കെ ഞാൻ വീഡിയോകളിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. നേരിലാദ്യമാണ്. ഞാൻ ഒന്നുകൂടെ റൂമിലേക്ക് നോക്കി. 2 പേരും കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുകയാണ്. നല്ലോണം പണിയെടുത്തതല്ലേ, ക്ഷീണം കാണും 2 ആൾക്കും. ഞാൻ പതിയെ മുകളിൽ നിന്നും ഊർന്നിറങ്ങി താഴേക്കെത്തി. റൂമിൽ ചെന്നിട്ട് എനിക്കും കുറച്ച് പണികളുണ്ട്. പിറ്റേന്ന് നേരം വെളുത്തിട്ടും പതിവ് സമയത്ത് എനിക്ക് കിട്ടാറുള്ള ചായ കിട്ടിയില്ല. അപ്പോഴാണ് ഓർത്തത്, അമ്മച്ചി ഇല്ലല്ലോ. ഒരു വലിയ കോട്ടുപായിട്ട് ഞെളിപിരി കൊണ്ട് ഞാൻ റൂമിൻ്റെ പുറത്തേക്കിറങ്ങി. സാധാരണ അമ്മച്ചി ഇട്ട് തരാറുള്ള ചായ കൊണ്ട് പല്ല് തേച്ചതിന് ശേഷം ടോയ്ലറ്റിൽ പോയി ലോഡ് ഇറക്കിയതിന് ശേഷം പറമ്പിൽ കൂടി നടന്നുകൊണ്ടാണ് എൻ്റെ ശരിക്കുമുള്ള പല്ല് തേപ്പ്. ചാച്ചനും അമ്മച്ചിയും ഇല്ലാത്ത കൊണ്ട് എൻ്റെ പതിവ് ശീലങ്ങളൊക്കെ തെറ്റി. പറമ്പിൽ കൂടെ പല്ല് തേച്ചുകൊണ്ടിരിക്കുമ്പോൾ അതാ നമ്മുടെ കുമാരിമാർ ഉറക്കമെണീറ്റിറങ്ങി വരുന്നു. 2നെയും കണ്ടതും എനിക്കുള്ളിലൊരു ചിരി പൊട്ടി. സ്റ്റെഫി, ഗുഡ് മോർണിംഗ് റോബി. ഞാൻ വായിലുണ്ടായിരുന്ന പേസ്റ്റ് പത തുപ്പിക്കൊണ്ട്, ഗുഡ് മോർണിംഗ് ചേച്ചി. ഉറക്കമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? എഴുന്നേൽക്കാൻ വൈകിയല്ലേ ചേച്ചി? സ്റ്റെഫി, ഓ നന്നായി ഉറങ്ങി റോബി. ക്ഷീണം കൊണ്ട് നേരത്തെ എണീക്കാൻ പറ്റിയില്ല. ഞാൻ മനസ്സിലൊന്ന് ഊറിച്ചിരിച്ചു. ക്ഷീണം പിന്നെ കാണാതിരിക്കൂ. അമ്മാതിരി പണിയെടുക്കലല്ലായിരുന്നോ 2 ആളും ഇന്നലെ? ഞാൻ പറഞ്ഞു. 2 ആളും ഫ്രഷാകു വേഗം, ക്ലാസ്സിൽ പോകണ്ടേ? റോസി ചേച്ചി, ഞങ്ങൾ ഇന്ന് പോണില്ലടാ. ഞാൻ, പോണില്ലേ? അത്യാവശ്യമുണ്ടെന്നൊക്കെ പറഞ്ഞല്ലേ ചാച്ചൻ്റെ കൂടെ പോകാതെ നിന്നത്? റോസ് ഒരു മടി പോലെ. ഞാൻ, എന്നാ ഞാനും പോണില്ല. ഞാൻ മനസ്സിൽ പറഞ്ഞു, നിൻ്റെയൊക്കെ അത്യാവശ്യം ഇതായിരുന്നല്ലേടി. എന്നാ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്ന് വരുത്താം. റോസ്മേരി, അത് മതിയിടാ. അകത്ത് നിന്ന് മൊബൈൽ റിങ് ചെയ്യുന്നത് കണ്ട് റോസി ചേച്ചി അകത്തേക്ക് പോയി. സ്റ്റെഫി ചേച്ചി വന്ന് ബുള്ളറ്റിൻ്റെ ഹാൻഡിൽ തഴുകാൻ തുടങ്ങി. ഇവനെ എനിക്കൊന്ന് മെരിക്കണമല്ലോ റോബിയെ. ഞാൻ, ചേച്ചി ഇത്തരം ബുള്ളറ്റൊക്കെ ഓടിക്കുമോ? സ്റ്റെഫി ഒരു പ്രത്യേക ഭാവത്തിൽ, ടൗണിലോട്ട് നമുക്ക് ഒരുമിച്ച് പോവാട്ടാ. റോസി ചേച്ചി തിരികെ വന്നു. ചാച്ചനാണ് വിളിച്ചത്. ഞാൻ, ഉപദേശം വിളമ്പാൻ വിളിച്ചതാവുമല്ലേ. ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്ന് വാങ്ങാനായി എൻ്റെ ഒപ്പം സ്റ്റെഫി ചേച്ചി കൂടെ വന്നു. എന്നെ ബുള്ളറ്റിൻ്റെ പുറകിലിരുത്തി ചേച്ചി ഒരു പറക്കൽ പറന്നു. ഇവളാരൊരു കില്ലാടി തന്നെ. ഒരു പെൺകൊച്ച് ഇത്രയും നൈസായിട്ട് ബുള്ളറ്റ് ഓടിക്കുന്നത് ഞാൻ ആദ്യം കാണുകയാണ്. ചേച്ചി ഇടയ്ക്ക് ബ്രേക്കിട്ട് കളിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഞാൻ മുൻപോട്ട് ആഞ്ഞ് സ്റ്റെഫി ചേച്ചിയുടെ മേത്തിടിക്കുന്നുണ്ട്. എന്തായാലും അവൾ നല്ലൊരു റൈഡർ തന്നെ. തിരികെ വീട്ടിലെത്തി എന്നോട് സ്റ്റെഫി ചേച്ചി, എങ്ങനെയുണ്ട് റോബിയെ? കിടുക്കിയിട്ടുണ്ട്. ഇവൾ 1.5 പൊളി തന്നെ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നേരം ഉച്ചയ്ക്കുള്ള ഫുഡ് ഞങ്ങളെല്ലാവരും കൂടി ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അമ്മച്ചി ഉണ്ടാക്കിയ ചക്ക ഉപ്പേരിയും ബനാന ചിപ്സും ടേബിളിൽ ഇരിപ്പുണ്ട്. സ്റ്റെഫി ചേച്ചി ചക്ക ഉപ്പേരി ആസ്വദിച്ച് കഴിക്കാൻ തുടങ്ങി. സ്റ്റെഫി, ഈ ചക്ക ഉപ്പേരി ക്ലാസ് ആയിട്ടുണ്ട് കേട്ടാ. ഞാൻ, അമ്മച്ചിയുടെ പ്രിപ്പറേഷനാണ്. സ്റ്റെഫി, എന്തായാലും പൊളിച്ചു കൂട്ടാ. ഞാൻ, ഈ ഏത്തക്ക ചിപ്സ് കൂടെ ട്രൈ ചെയ്യേ. സ്റ്റെഫി, എനിക്ക് ചക്കയാണ് റൂബിയെ കൂടുതൽ ഇഷ്ടം.
ഇത് ഞാൻ ഇന്ന് കാലിയാക്കൂട്ടാ. അമ്മച്ചി വരുമ്പോൾ വേറെ ഉണ്ടാക്കി വിൽക്കാൻ പറ. റോസ്: ഇവിടെ തൊടിയിൽ ഇഷ്ടം പോലെ ചക്കയുണ്ടടി, ഉച്ചയ്ക്ക് ചക്കത്തോരൻ വയ്ക്കാം. ഞാൻ: സ്റ്റെഫി ചേച്ചിക്ക് ചക്കയാണല്ലേ കൂടുതൽ ഇഷ്ടം. റോസി ചേച്ചിയും അങ്ങനെ ചക്കയാണ് പ്രിയം. ചക്ക കൊണ്ടുള്ള എന്ത് ഐറ്റംസും ഉപ്പ് കൂടുതലായാൽ പോലും തിന്നു തീർക്കും. റോസി ചേച്ചി ബനാന ചിപ്സ് എടുത്ത് കഴിക്കാൻ തുടങ്ങി. എനിക്ക് ഏത്തപ്പഴവും ഇഷ്ടമാണ് കേട്ടാ. എന്നാലും ചക്കയാണ് കൂടുതലും തിന്നണത് ഞാൻ കണ്ടേക്കുന്നത്. മതി മതി ചക്ക പുരാണം. മോൻ ഇത് അരിഞ്ഞു തന്നേ. ക്യാരറ്റ് കയ്യിൽ തന്ന് റോസി ചേച്ചി പറഞ്ഞു. റോസി ചേച്ചി കുളിക്കാൻ കയറിയപ്പോൾ ഞാൻ സ്റ്റെഫി ചേച്ചിയുമായി സംസാരിച്ചിരുന്നു. സ്റ്റെഫി ചേച്ചി: റോബിയെ, വേറെ എന്തുട്ടാ വിശേഷം? ഞാൻ: ഓ, ഇങ്ങനൊക്കെ അങ്ങ് പോണു ചേച്ചിയെ. സ്റ്റെഫി: ഇങ്ങനൊക്കെ തന്നെ, മടുപ്പ് ലൈഫ്. സ്റ്റെഫി: നിന്റെ ഗേൾ ഫ്രണ്ട് വിളിച്ചില്ലേ ഇതുവരെ? ഞാൻ: ഗേൾ ഫ്രണ്ടോ? ഏത് ഗേൾ ഫ്രണ്ട്? എനിക്ക് ഗേൾ ഫ്രണ്ടൊന്നും ഇല്ലല്ലോ. സ്റ്റെഫി: നുണ. കാണാൻ ഇത്ര ചുള്ളനായ നിനക്ക് ഗേൾ ഫ്രണ്ടൊന്നുമില്ലെന്നോ? ഞാൻ: സത്യമായിട്ടും ഇല്ല ചേച്ചി. സ്റ്റെഫി: അച്ചോടാ പാവം, അതെന്താ ഒന്നുമില്ലാതിരുന്നേ? ഒരെണ്ണമുള്ളതൊരു രസമല്ലേ? ഞാൻ: അങ്ങനൊന്നും തരപ്പെട്ടില്ല, ആഗ്രഹമൊക്കെയുണ്ട്. സ്റ്റെഫി: അത് കഷ്ടമായല്ലോ. ഒരെണ്ണം ഉണ്ടായിരുന്നേൽ സൂപ്പർ ചാൻസ് അല്ലായിരുന്നു ഇപ്പോൾ? ഞാൻ ചോദിച്ചു: എന്ത് ചാൻസ്? അല്ല, ഒരെണ്ണം ഉണ്ടായിരുന്നേൽ ഇപ്പോൾ എവിടെ കൊണ്ടുവരാമായിരുന്നല്ലോ, എന്തേലും മിണ്ടിയും പറഞ്ഞുമൊക്കെ ഇരിക്കാനായിട്ട്. ഞാൻ: എന്ത് ചെയ്യാനാ, ഇല്ലല്ലോ അങ്ങനെയൊന്ന്. ഒരു കാര്യം ചേച്ചി എന്നെ ലൈൻ അടിച്ചോ, എന്നിട്ട് നമുക്ക് മിണ്ടിയും പറഞ്ഞുമൊക്കെ ഇരിക്കാമല്ലോ. റോസി ചേച്ചി കുളി കഴിഞ്ഞ് ഇറങ്ങി വരുന്ന ശബ്ദം. സ്റ്റെഫി: അത് നമുക്ക് ആലോചിക്കാട്ടാ. അത് കേട്ടോണ്ട് വന്ന റോസി ചേച്ചി: അത് നല്ലതാടി, പ്രായം പ്രശ്നമാക്കേണ്ട. നീ ഇവനെ പ്രേമിച്ചങ്ങ് കല്യാണം കഴിച്ചോ, പിന്നെ നിനക്കിവിടെ എന്നും നിൽക്കാമല്ലോ. അത് ശരി, ചേച്ചിക്ക് സ്റ്റെഫി ചേച്ചിയെ വിട്ട് കളയാൻ വയ്യല്ലേ? ഞാൻ മനസ്സിൽ വിചാരിച്ചു. സ്റ്റെഫി: എന്താടാ റോബിയെ ഒരു ചിരി? ഞാൻ: അല്ല, ഞാൻ നമ്മുടെ കല്യാണം ഒന്ന് ഇമാജിൻ ചെയ്തതാ. നല്ല രസം. റോസ്: മോൻ രസിച്ചത് മതി, വന്നേ ഊണ് കഴിക്കാം. ഞങ്ങൾ ഊണ് കഴിച്ച് ഞാൻ എൻ്റെ റൂമിലേക്ക് പോയി. നന്നായി ഉറങ്ങണം, രാത്രി ഉറക്കമിളയ്ക്കാനുള്ളതാ. നേരം സന്ധ്യയായപ്പോഴാണ് ഞാൻ എണീറ്റത്. രണ്ടുപേരും കോഫി കുടിക്കുന്നുണ്ടായിരുന്നു. ഞാൻ കോഫി കുടിച്ചിരുന്നപ്പോൾ ജോസിൻ്റെ കോൾ വന്നു. ഞാൻ പറഞ്ഞു: കണ്ടു മോനെ, നീ തന്ന സാധനം. ഇടുക്കി തിമിർത്തു പൊളിച്ചു. ജോസ്: എന്നിട്ട് നീ അത് കളഞ്ഞാ? അത് ഞാൻ അപ്പോൾ തന്നെ കളഞ്ഞു. ഇപ്പോൾ അവിടെ എന്താ പരിപാടി? ജോസ്: അടിയോടടി. ഞാൻ ചോദിച്ചു: ആൻറ്റി കൂടെ ഉണ്ടാ? ജോസ്: പോടാമൈ, വെള്ളമടിയാണെന്ന് അങ്കിള് കൊണ്ടുവന്ന സ്കോച്ച് ഇരിപ്പുണ്ട്. ഞാൻ പറഞ്ഞു: ഡാ, എനിക്കും വേണം. നിനക്ക് വെച്ചിട്ടുണ്ടടാ, വരുമ്പോൾ കൊണ്ടുതരാം. എൻ്റെ സ്റ്റെഫി മുത്ത് എന്തെടുക്കുന്നു, അവിടെ ഉണ്ടാ? ഞാൻ: ഇവിടെ ഉണ്ട്. ചേച്ചിക്ക് എന്നെ ഒരു നോട്ടമുണ്ടെന്ന് തോന്നുന്നു. ജോസ്: ആണാ? ചാൻസ് വല്ലതും കിട്ടിയാൽ വിത്ത് കളയണ്ട. ഞാൻ: ഓക്കേടാ മുത്തേ. രാത്രിയാകാൻ എൻ്റെ മനസ്സ് വെമ്പൽ കൊള്ളുകയായിരുന്നു. ഡിന്നർ കഴിഞ്ഞ് സ്റ്റെഫി ചേച്ചിയും റോസി ചേച്ചിയുടെ റൂമിലേക്ക് പോയി. ഞാൻ സൺഷെയ്ഡിൻ്റെ അടുത്തോട്ടു. സമയം 12 ആകാറായി. ഞാൻ റൂമിലോട്ട് നോക്കി. റോസി ചേച്ചീനെ കാണുന്നില്ലല്ലോ. സ്റ്റെഫി ചേച്ചി ഫോണിൽ ആരോടോ സംസാരിക്കുന്നു. മൂത്രമൊഴിക്കാൻ മുട്ടുന്നു. ഞാൻ സൺഷെയ്ഡിൽ നിന്ന് ഊർന്നിറങ്ങി പറമ്പിലേക്ക് നടന്നു. തൊടിയിൽ ഒരനക്കം കേൾക്കുന്നു. എനിക്ക് തോന്നിയതാണോ? അല്ല, കാൽപ്പെരുമാറ്റം കേൾക്കുന്നു. ഞാൻ ശ്വാസം അടക്കി പിടിച്ച് നിന്നു. കാൽപ്പെരുമാറ്റം തന്നെ, ആരോ ഉണ്ട്. ചാച്ചൻ പറഞ്ഞ കാര്യം ഓർത്തു. ഞാൻ മറഞ്ഞിരുന്ന് എത്തി നോക്കി.
ഞാൻ ഞെട്ടിപ്പോയി. ഒരുത്തൻ തലയിൽ തോർത്തുമുണ്ട് ചുറ്റി നിൽക്കുന്നു. ഇത് കുറുവാ സംഘം തന്നെ. പേടിച്ച് ഞാൻ ഒഴിക്കാൻ വന്ന മൂത്രം ആവിയായിപ്പോയി. എന്നാലും പെട്ടെന്ന് എവിടുന്നോ ഒരു ധൈര്യം വന്നു. സാലേ കുത്തേ കമീനെ, നിനക്ക് എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ കക്കണമില്ലേ? ഹിന്ദിക്കാരനല്ലല്ലോ, കുറുവ തമിഴല്ലേ? ദേ കുറുവ സംഘത്തിലെ കള്ളൻ അടുക്കളവാതിലിനടുത്തേക്ക് പോകുന്നു. എൻ്റെ കാലിൽ ഒരു തടിക്കഷ്ണം തട്ടി. ഞാനത് പെട്ടെന്നെടുത്ത് ടാ തിരുട്ട് റാസ്കൽ എന്ന് പറഞ്ഞ് കള്ളൻ്റെ തലയ്ക്കിട്ടൊറ്റയടി. എൻ്റെ അമ്മച്ചി എന്നുറക്കെ നിലവിളിച്ച് കള്ളൻ ബോധം കെട്ടതും അടുക്കളവാതിൽ തുറന്ന് സ്റ്റെഫിയും റോസിയും പുറത്തേക്കിറങ്ങിയതും ഒരുമിച്ചായിരുന്നു. ഇവൻ മലയാളി കുറുവയാണോ? റോസി ചേച്ചി ഓടി വന്ന് തലയ്ക്ക് കൈ കൊടുത്ത്. നീ എന്ത് പണിയാ റോബിനെ കാണിച്ചേ? ഞാൻ കള്ളനാ, കുറുവ സംഘം, പോലീസിനെ വിളിക്ക്. സ്റ്റെഫി ചേച്ചി വീണ് കിടക്കുന്ന ആളെ തട്ടി ഉണർത്താൻ നോക്കുന്നുമുണ്ട്. റോസി ചേച്ചി എൻ്റെ കയ്യിൽ പിടിച്ച് വലിച്ച് മാറ്റി നിർത്തി എന്നോട്, നിന്റെ അടി കൊണ്ട് ആളെങ്ങാനും കാഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പോലീസിനെ വിളിച്ചാൽ കൊലക്കുറ്റത്തിന് നിന്നെ ചിലപ്പോൾ പിടിച്ചുകൊണ്ട് പോകും. ഞാൻ അതെന്താ റോസ്, അത് സ്റ്റെഫിയുടെ ബോയ് ഫ്രണ്ടാ സോജൻ, കള്ളനൊന്നുമല്ല. അവൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ കാണണമെന്ന് പറഞ്ഞ് വന്നതാ. അതിരിക്കട്ടെ, നീ ഉറങ്ങിയെന്ന് കരുതി ഇരിക്കുമായിരുന്നു ഞങ്ങൾ. ഞാൻ അത് ചാച്ചനല്ലേ പറഞ്ഞത്, കുറുവാ സംഘം പാതിരാത്രി മോഷ്ടിക്കാൻ കയറും, ഒരു കണ്ണ് വേണമെന്നൊക്കെ. മൂത്രമൊഴിക്കാൻ എണീറ്റപ്പോൾ അടുക്കള ഭാഗത്ത് അനക്കം കേട്ട് നോക്കിയതാ. റോസ്, ആ ബെസ്റ്റ്, നീ അകത്തേക്ക് വന്നേ. ഇതിനിടയിൽ സോജൻ്റെ മുഖത്ത് സ്റ്റെഫി ചേച്ചി വെള്ളം തളിച്ചുണർത്തി. ഞാൻ അകത്ത് തന്നെ നിന്നു. ഭാഗ്യം ചത്തില്ല. കണ്ണു തുറന്ന സോജൻ, അയ്യോ, എന്തോ ഭാരത്തിലുള്ള സാധനം എൻ്റെ തലയിൽ വീണു. അപ്പോൾ തന്നെ ബോധം പോയി. റോസ്, സോജ, ദേ ഈ തേങ്ങയാവും വീണത്. തേങ്ങന് നല്ല ഹൈറ്റുണ്ട്. അവിടെ കിടന്ന പൊതിക്കാത്ത തേങ്ങ കാണിച്ച് സ്റ്റെഫി ശരിയാ എന്ന് മൂളി. ഇവിടെ ഇങ്ങനെ കിടക്കേണ്ട, അകത്തേക്ക് പോകാം സോജ. റോസി ചേച്ചി ഇതിനിടയിൽ കൈകൊണ്ട് എന്നോട് ആംഗ്യം കാണിച്ചു. എൻ്റെ റൂമിനകത്തേക്ക് കയറിപ്പോകാനായിരുന്നു. ഞാൻ അവിടുന്ന് എൻ്റെ റൂമിലേക്ക് പോയി. പുള്ളിക്കാരന് കാര്യമായി ഒന്നും പറ്റിയിട്ടില്ല. ആശ്വാസം. കുറച്ച് കഴിഞ്ഞ് റോസി ചേച്ചി എൻ്റെ റൂമിലേക്ക് വന്നു. ഞാൻ, എന്തേ റോസ്? അവളുടെ പണ്ട് തൊട്ടേ ഉള്ള കുറ്റിയാണ് ഈ സോജൻ. ഞാനിന്ന് ഇവിടെയാണ് കിടക്കുന്നേ. നീ ഇതൊന്നും ആരോടും പറയാൻ നിൽക്കേണ്ട. അവിടെ സോജനുണ്ട്. അവനൊരു 4 മണിയാകുമ്പോൾ പോകും. അവർ എന്തേലും മിണ്ടിയും പറഞ്ഞും ഇരിക്കട്ടെ. ഞാൻ, സംസാരപ്രിയറാണല്ലേ. സംസാരിക്കാൻ വേണ്ടിയാണോ പുള്ളിക്കാരൻ ഇത്രയും ദൂരം താണ്ടി ഇവിടേക്ക് വന്നേ? റോസ്, അവൾക്ക് 1-2 കുറ്റികളുണ്ടടാ, അതിലൊന്നാം. ഞാൻ, നമുക്ക് അവിടെ എന്താ നടക്കുന്നേ എന്നൊന്ന് പോയി നോക്കിയാലോ? റോസ്, എന്തിന്? വേറെ പണിയൊന്നുമില്ലേ? ചേച്ചിയുടെ മുഖത്തൊരു ചിരി. ഞാൻ, അമ്പടി കള്ളി, ഒന്ന് ചെന്നാൽ കൊള്ളാമെന്നുണ്ടല്ലേ? ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്നെനിക്കറിയാം. റോസ്, വേണ്ടടാ, ശരിയാവില്ല. ഞാൻ റോസ് ചേച്ചിയുടെ കവളിൽ ഒരു നുള്ളു കൊടുത്തു. ഡാ ചെക്ക, നിനക്ക് കാണണോടി ചേച്ചി? അതൊക്കെയുണ്ട്, പക്ഷേ എങ്ങനെ? ഞാൻ കാണിച്ചു തന്നാലോ? എനിക്കെന്ത് തരും? നിനക്കെന്ത് വേണം? ഞാൻ, എന്ത് ചോദിച്ചാലും തരുമോ? റോസ്, നീ ചോദിക്ക്, എന്നെ കൊണ്ട് പറ്റുന്നതാണേൽ. പക്ഷേ എങ്ങനെ കാണും? ഞാൻ, അല്പം റിസ്ക് എടുക്കണം. റോസ്, ഓക്കെ, എടുക്കാം. ഞാൻ റോസ് ചേച്ചിയുമായി സൺഷെയ്ഡിനടുത്ത് പോയി. നീ എന്താ ചെയ്യാൻ പോകുന്നേ? അതൊക്കെ പറയാം. ചേച്ചി എൻ്റെ തോളിൽ ചവിട്ടി മുകളിൽ കയറ്. റോസ് ചേച്ചി എൻ്റെ ഷോൾഡറിൽ ചവിട്ടി മുകളിൽ കയറാൻ ശ്രമം നടത്തി. ഞാൻ പിന്താങ്ങി മുകളിലെത്തിച്ചു. നോണ്ട് കിടന്ന് എയർ ഹോളിനടുത്തെത്തി. ദാ ഇതിലൂടെ നോക്കിയേ. ഇതിൻ്റെ ബാക്കി പോർഷൻ നമ്മുടെ ടെലഗ്രാം ചാനലിലാണ് ഇട്ടിട്ടുള്ളത്. അത്
നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി കേൾക്കാൻ എല്ലാവരും ടെലിഗ്രാം ചാനൽ നോക്കുക. ഇതുവരെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതുവഴി കയറാം. അത് കേട്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റും ചെയ്യണം, ഈ വീഡിയോ ഒന്ന് ലൈക്കും ചെയ്യണം കേട്ടോ. ഗുഡ് നൈറ്റ്, വിത്ത് ലവ്, അലി നാൻസി.